പഞ്ചാബ് AAP ലീഡർ രവീന്ദ്ര സെയ്നിയുടെ മകള് കാനഡയിൽ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. അത് അയാളുടെ മകള് 21 വയസ്സുകാരി വൻഷിക എന്ന പെൺകുട്ടി കഴിഞ്ഞ 3 ദിവസമായി കാണാനില്ല. വെള്ളിയാഴ്ച ആ കുട്ടി താമസിക്കുന്ന മുറിയിൽ നിന്ന് വെളിയിൽ പോയതാണ്. പുതിയ ഒരു വാടക മുറി കിട്ടുമോ എന്ന് അന്വേഷിക്കാനാണ് പോയെന്നാണ് കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നത്. സംഭവം ഓട്ടോവയിലാണ്. കാനഡയുടെ തലസ്ഥാനമായ ഓട്ടോവയിലായിരുന്നു ഈ കുട്ടി പഠിക്കാൻ ചെന്നത്. 21 വയസ്സുള്ള കുട്ടിയാണ് വൻഷിക. പിതാവ് പഞ്ചാബിലെ AAPയുടെ മുതിയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ മകളാണ് ഇവിടെ പഠിക്കാൻ ചെന്നത്. എന്തായാലും ആ പെൺകുട്ടി ഒറ്റയ്ക്കൊരു മുറിയിൽ താമസിക്കുകയും അവിടുന്ന് സാമ്പത്തിക പ്രശ്നമാണോ അവിടുന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് മാറാനുള്ള തയ്യാറെടുപ്പിൽ അവിടെ നിന്ന് വെള്ളിയാഴ്ച രാവിലെ ആ മുറി അന്വേഷിച്ച് വെളിയിൽ പോയതാണ്. അതിനുശേഷം താമസ സ്ഥലത്ത് വന്നില്ല. അത് പരാതിപ്പെട്ടു. ഏതായാലും അതിന് വലിയ റിസൾട്ടൊന്നും ഉണ്ടായില്ല. മടങ്ങി വരുമെന്ന് എല്ലാവരും കരുതി. പക്ഷെ കഴിഞ്ഞ ദിവസം 4-ാം ദിവസം കുട്ടിയുടെ മൃതദേഹം ഓട്ടോവയ്ക്ക് അടുത്ത് തന്നെ കണ്ടെത്തി. മൃതദേഹത്തിന് 3-4 ദിവസം പഴക്കമുണ്ട്. ഇത് ഇൻഡോ കനേഡിയൻ അസോസിയേഷൻ്റെ ആ വെബ്സൈറ്റിൽ ആണ് ഈ വാർത്ത ആദ്യമായിട്ട് വെളിയിൽ വന്നത്. മകൾ വൻഷിക സെയ്നി ഓട്ടോവയിൽ പഠിക്കാൻ പോയതാണ്. കഴിഞ്ഞ 1-2 വർഷമായിട്ട് കുട്ടി അവിടെയാണ് താമസിക്കുന്നത്. ചെലവ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിരിക്കാം മറ്റൊരു മുറി അന്വേഷിച്ച് പോയി. ഒറ്റയ്ക്കാണ് പോയത്. എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാകുന്നില്ല. കുട്ടിയുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നോ, അത് തട്ടിയെടുക്കാൻ ആരെങ്കിലും ചെയ്തതാണോ, അല്ലെങ്കിൽ സൗഹൃദം നനിച്ചാരെങ്കിലും കൂടി ആ ആളുമായിട്ടുള്ള ബന്ധത്തിൽ ഇവരെ കൊലപ്പെടുത്തിയതാണോ, എന്താണെന്ന് വ്യക്തതയില്ല. മൃതദേഹത്തിന് 3-4 ദിവസം പഴക്കമുണ്ട്. അതിൽ നിന്ന് മനസ്സിലാകുന്നത് വെള്ളിയാഴ്ച തന്നെ കുട്ടി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ആരെങ്കിലും വിളിച്ചിട്ടാണോ പോയത്, ഈ കുട്ടിക്ക് ആരെങ്കിലുമായിട്ട് സൗഹൃദമുണ്ടോ, ഏതെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആ കുട്ടിയുടെ മൊബൈലിലെ കോൾ ഡീറ്റെയിൽസ് നോക്കിയെങ്കിലും മനസ്സിലാവുള്ളൂ. ഏതായാലും കുട്ടിയുടെ കയ്യിൽ എന്തായാലും മൊബൈൽ ഫോൺ ഉണ്ടാവും. അത് മൃതദേഹത്തിനടുത്ത് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് വ്യക്തമല്ല. എന്തായാലും ഇതുപോലെയുള്ള സംഭവങ്ങൾ പഠിക്കാൻ പോകുന്ന പല കുട്ടികൾക്കും കാനഡയിലും അതുപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളും അവരുടെ മാതാപിതാക്കൾ ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. സൈനിയുടെ മകള് 21 വയസ്സുള്ള കുട്ടിയാണ്, തിരിച്ചറിവുള്ള കുട്ടിയാണ്. പക്ഷേ ഒറ്റയ്ക്കാണ് ഒരു മുറി അന്വേഷിച്ച് പോകുന്നത്. അവിടെ മറ്റ് നമ്മുടെ ഇന്ത്യ പോലെ സൗഹൃദമുള്ളവരാരും കാണില്ല. എല്ലാവരും അവരവരുടെ കാര്യം നോക്കി പോകുന്നവരാണ്. പഠിക്കാൻ വന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടികൾ സഹപാഠികൾ ചിലപ്പം ഒന്നിച്ച് പോയെന്നും വരില്ല. അവർക്ക് ജോലിക്ക് പോകണം, അവർ തിരിച്ചു വരണം. അതുകൊണ്ടായിരിക്കണം ഈ കുട്ടി തനിച്ചു പോയത്. ഏതായാലും 28/4 കഴിഞ്ഞ തിങ്കളാഴ്ച ഓട്ടോവയിലാണ് ഡെഡ് ബോഡി കണ്ടത്. ഇതൊരു കൊലപാതകമാണ് എന്നാണ് സംശയിക്കുന്നത്. കാരണം ആരോഗ്യമുള്ള കുട്ടിയാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നത് അത് പോലീസ് കണ്ടെടുത്തിട്ടുണ്ടോ എന്നും വ്യക്തതയില്ല. എന്തായാലും AAP ലീഡറുടെ മകളുടെ കൊലപാതകം വളരെ വിവാദമായിരിക്കുകയാണ് കാനഡയിൽ. എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചത്, അത് സതീർത്ഥരാരെങ്കിലും ആണോ കൊന്നത്, അതോ രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും ഇതിനകത്ത് ലിങ്ക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം ഇനി പുറത്തു വരാനുള്ളതാണ്. ഒട്ടോവ പോലീസ് ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തു കഴിഞ്ഞു.